അടുത്തായിട്ട് അസ്മാകം വിശിഷ്ടോ വിശിഷ്ടായേ താൻ നിബോധതി ജ്യോത്തമ നായകാമോ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. എന്നാൽ നമ്മുടെ സൈന്യത്തിലെ വിശിഷ്ടന്മാരായ നായകന്മാരെ സംബന്ധിച്ച് ഞാൻ പറയാം. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠാങ്ങു കേട്ടാലും. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച ദ്രൗകൃപശ്ച സമരിഞ്ജയാം അശ്വത്ഥാത്മാ വികർണശ്ച സോമദത്തിർജയദ്രഥാം. ഭവാനും ഭീഷ്മരും കർണനും യുദ്ധവിജയിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും സോമദത്തപുത്രനും ജയദ്രഥനും ഉണ്ട്. അന്യേ ച ബഹവശൂരാമദർത്ഥേ തക്തജീവിതാം നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാം. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ളവരും പലതരം ആയുധം പ്രയോഗിക്കാൻ പ്രാപ്തരായ മറ്റു ചില ശൂരന്മാരുമുണ്ട്. ഇവരെല്ലാം തന്നെ യുദ്ധവിശാരദന്മാരാണ്. അപര്യാപ്തം തദസ്മാകം ബലഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരുടെ നേതൃത്വത്തിൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അസമർത്ഥമാണ്. എന്നാൽ ഭീമൻ നേതൃത്വം കൊടുക്കുന്ന അവരുടെ സൈന്യമാകട്ടെ യുദ്ധത്തിന് സമർത്ഥവുമാണ്. അയനേഷു സർവേഷു യഥാ ഭാഗമവസ്ഥിതാം ഭീഷ്മേവാഭിരക്ഷന്തു ഉപരക്ഷന്തോ ഭവന്ത സർവ ഏവ ഹി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് എല്ലാ മാർഗങ്ങളിലും ഭീഷ്മപിതാമഹനെ ചുറ്റും നിന്ന് രക്ഷിക്കണം. തസ്യ സംജനയൻ ഹർഷം ഗുരുവൃദ്ധപിതാമഹാം സിംഹനാദം വിനദോച്ചൈ ശംഖം ദധ്മോ പ്രതാപവാൻ. ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുവാൻ പ്രതാപശാലിയായ ഭീഷ്മപിതാമഹൻ സിംഹനാദം മുഴക്കിയിട്ട് ഉച്ചത്തിൽ ശംഖനാദം പുറപ്പെടുവിച്ചു. യുദ്ധത്തിനാദ്യം ശംഖനാദം മുഴക്കിയത് കൗരവപക്ഷത്തു നിന്നാണ്.